Good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആംബുലൻസ് സർവീസ് എവിടെ വരെ എടുത്ത് നിർത്തിയത്? ക്രൂയിങ് ആണ് പറയാനുള്ളത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെ വരെ സ്റ്റോപ്പ് ചെയ്തേ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയോ നിങ്ങൾ എവിടെ വരെയാ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? കോസ്റ്റ് കഴിഞ്ഞു അല്ലെ? കോസ്റ്റ് അനുസരിച്ച് നമ്മൾ ആംബുലൻസിന് നമ്മൾ ക്ലാസിഫിക്കേഷൻ അല്ലെ? ഇവിടെ വരെയാണോ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ? ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ്, ലൈബ്രറി ഫണ്ടഡ് സർവീസ്, ചാരിറ്റി ഫണ്ടഡ് സർവീസ്, ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസ്, ഇവിടെ വരെയായിരുന്നു അല്ലെ നിർത്തിയത് ലാസ്റ്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഓക്കെ ഞാൻ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നില്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നോക്കാം. നമുക്ക് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 108 എമർജൻസി സർവീസ്. നമ്മളൊരു എമർജൻസി സർവീസ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് നമ്മൾ വിളിക്കുന്നത് ഏത് നമ്പറിലേക്കാ? 108 എന്ന നമ്പറിലേക്കാണ് നമ്മൾ എമർജൻസിയിൽ വിളിക്കുന്നത് അല്ലെ? ആംബുലൻസ് സർവീസ് നമുക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ 108 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെ? ആംബുലൻസ് സർവീസിന് വേണ്ടി നമ്മൾ വിളിക്കുന്ന നമ്പർ 108 എന്ന് പറഞ്ഞ നമ്പറാണ്. Okay, when an emergency is intimated through 108, the caller collects the needed basic information and sends appropriate services. Primary information both includes. നമ്മളൊരു എമർജൻസി സർവീസ് ആവശ്യപ്പെടുന്നതാണെങ്കിൽ നമ്മൾ 108 എന്ന നമ്പറിലേക്കാണ് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പൊ ആ വിളിക്കുന്ന ആള് അതാണ് കോളർ എന്ന് പറയുന്നത്. ദ കോളർ കളക്ട്സ് ദ നീഡഡ് ബേസിക് ഇൻഫർമേഷൻ. അപ്പൊ കോളർ എന്ത് ചെയ്യണം? അത് ബേസിക് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. നമ്മൾ എവിടെ നിന്നാണ് വിളിക്കുന്നത്, എന്ത് എമർജൻസി ആണ്, അങ്ങനെയുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ആ സർവീസ് ലഭിക്കാൻ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് നമ്മൾ ഷെയർ ചെയ്യണം. അവരുമായിട്ട് അത് എന്ത് ചെയ്യണം? പാസ് ചെയ്യണം, അവരിലേക്ക് അത് പാസ് ചെയ്യണം. പ്രൈമറി ഇൻഫർമേഷൻ ബോത്ത് ഇൻക്ലൂഡ്സ്. അതിനകത്ത് വരുന്ന പ്രൈമറി ഇൻഫർമേഷൻ ആണ് വരുന്നത് where the call is placed from. ഫസ്റ്റ് എന്താ പറയണ്ടേ? where the call is placed from. എവിടെ നിന്നാണ് കോള് വിളിക്കുന്നത്, ഇന്ന സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളത് പറയുന്നത്. ഡിസ്ട്രിക്ട്, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്. നമ്മുടെ ലാൻഡ്മാർക്ക് അടക്കം എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ പറയണം. എങ്കിലാണ് ആ കറക്റ്റ് സ്പോട്ടിൽ നമുക്ക് ആ സർവീസിൽ കിട്ടുള്ളൂ, അവിടേക്ക് ആംബുലൻസ് വരുള്ളൂ. നമ്മളിപ്പോ ഇവിടെ നിന്ന് വിളിക്കുമ്പോൾ പറവൂരിന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ പറവൂർ എവിടെയാണുള്ള എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പൊ എറണാകുളം ഡിസ്ട്രിക്ട് പറയുക, താലൂക്ക് പറയുക, സിറ്റി, ടൗൺ, ഇവിടെ പറവൂര്, അങ്ങനെ നമ്മൾ അതിന്റെ നമ്മുടെ ആ വീടിന്റെ എവിടേക്കാണ് സർവീസ് ലഭിക്കുന്നത് അവിടുത്തെ ആ ലാൻഡ്മാർക്ക് അടക്കം നമ്മൾ ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. സെക്കൻഡ് നോക്കിയേ, എമർജൻസി ടൈപ്പ്. ഏത് എമർജൻസി ആണെന്നുള്ളത് പറയണം. എന്ത് എമർജൻസി ആണ്, എന്ത് സർവീസിന് വേണ്ടിയിട്ടാണ്, നമുക്ക് ആക്സിഡന്റ് ആണോ അല്ലെങ്കിൽ എന്താണോ എന്നുള്ളത് ഇത് പറഞ്ഞു കൊടുക്കണം. എമർജൻസി ടൈപ്പ്, എന്ത് എമർജൻസി ആണോ, അപ്പത്തെ സ്ഥിതി എന്താണ് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മള്
നോർമൽ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുകയാണോ, നല്ല അഡ്വാൻസ്ഡ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഹൈലി എമർജൻസിക്ക് വിളിക്കുകയാണോ എന്നുള്ളതൊക്കെ ആ എമർജൻസി ടൈപ്പ് നമ്മൾ ക്ലിയർ ആക്കണം. നെക്സ്റ്റ് നോക്കിയേ, നമ്പർ ഓഫ് പീപ്പിൾ ഇഞ്ചുറീഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറീഡ്. എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, അപകടം പറ്റി, മുറിവ് പറ്റി, അതിന്റെ അവസ്ഥ എന്താണ്, ആ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് പറയണം. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ ആംബുലൻസിന്റെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞില്ലേ, 10-20 പേർക്ക് ഒരുമിച്ചൊക്കെ ഒരു അപകടം പറ്റുവാണെങ്കിൽ നമ്മൾ അവിടെ ആംബുലൻസ് ബസ്സാണ് യൂസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതോടെ എത്ര പേർക്ക് ഇഞ്ചുറി, ഇപ്പൊ ഒരാളെ കൊണ്ടുപോകാനാണോ അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ആംബുലൻസ് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചതെന്നും അതുപോലെ സ്റ്റേറ്റ് ഓഫ് ദ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളതും പറയണം. നെക്സ്റ്റ് നോക്കിയേ, the caller names and the contact number for the location guidelines if needed. നമുക്ക് ഇനി വിളിക്കുന്ന ആള് കോളർ, ആ കോളറിന്റെ പേര് പറയണം. ഇപ്പൊ മൊബൈലിലൊക്കെ ആണെങ്കിൽ ഓൾറെഡി ഇപ്പൊ നിങ്ങളുടെ നമ്പറും അതുപോലെ തന്നെ കോളർ ട്യൂണൊക്കെ ഉണ്ടെങ്കിൽ പേരും ഓൾറെഡി സേവ്ഡ് ആയിരിക്കും, പറയണ്ട. നമ്മൾ ലാൻഡ് ഫോണിലേക്കൊക്കെയാണ് വിളിക്കുന്നതെങ്കിൽ, ലാൻഡ് നമ്പർ ആണ് നമ്മൾ വിളിക്കുന്നതെങ്കിലൊക്കെ നമ്മൾ എന്തായാലും വിളിക്കുന്ന ആളുടെ പേര് പറയണം, പേര് പറഞ്ഞു കൊടുക്കണം, അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ പറയണം. ഇപ്പൊ വരുന്ന വഴിക്ക് ഡ്രൈവറിന് എന്തെങ്കിലും നമ്മുടെ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ട്, തിരിച്ച് ആ കോളറെ ഒന്നുകൂടി കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആക്കാൻ വേണ്ടിയിട്ട് ആ കോണ്ടാക്ട് നമ്പറും പറയണം. ഇത്രയും കാര്യങ്ങൾ ബേസിക് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അപ്പൊ ഒരു എമർജൻസി സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ. ക്ലിയർ ആയോ? 4 പോയിന്റ്സ് ആണ്. ക്ലിയർ ആണോ? ആണെങ്കിൽ ഒന്ന് വേഗം ഒന്ന് കമ്പയർ ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. അപ്പൊ എവിടെ നിന്നാണ് വിളിക്കണേന്ന് പറയണം, എന്ത് എമർജൻസി ആണെന്ന് പറയണം, എത്ര ആളുകൾക്ക് ഇഞ്ചുറി സംഭവിച്ചു, ആ ഇഞ്ചുറിയുടെ അവസ്ഥ എന്താണെന്ന് പറയണം, കോളറിന്റെ നെയിമും കോണ്ടാക്ട് നമ്പറും പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് നോക്കിയേ, എമർജൻസി ഹെൽപ്പ് സെൻഡ് ത്രൂ ദിസ് പ്രോസസ് ഈസ് എക്സ്പെക്ടഡ് ടു റീച്ച് ദ സൈറ്റ് ഓഫ് ദ എമർജൻസി ഇൻ ആൻ ആവറേജ് ഓഫ് 18 മിനിറ്റ്സ്. അപ്പൊ നമ്മളൊരു സർവീസ് ആവശ്യപ്പെടുമ്പോൾ അവിടെ ഒരു 18 മിനിറ്റ് കൊണ്ട്, അത് ഒത്തിരി ലാഗ് ചെയ്യാൻ പാടില്ല. നമ്മള് എമർജൻസി ആയിട്ടാണല്ലോ വിളിക്കുന്നത്. അപ്പൊ 18 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു ഹെൽപ്പ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് ദൂരേക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് മണിക്കൂർ ഒക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മളെ സർവീസ് നമ്മൾ എടുക്കുമ്പോൾ 18 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരുന്ന, ഒരുപാട് ലാഗ് ചെയ്യാതെ 18 മിനിറ്റിനുള്ളിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു ഹെൽപ്പ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നോക്കിയേ, പ്രീ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു പേഷ്യന്റ് ഹു ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. അപ്പൊ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് വരെ പ്രീ ഹോസ്പിറ്റൽ കെയർ, അതായത് ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുന്നിലുള്ള കെയർ അത് ആംബുലൻസിൽ ട്രാൻസ്പോർട്ട് സമയത്ത് അവൈലബിൾ ആയിരിക്കണം. അതാ പറഞ്ഞത്, നമ്മൾ പല ടൈപ്പ് ആംബുലൻസുകൾ പറഞ്ഞില്ലേ, അതിൽ എ ടൈപ്പ് ബി ടൈപ്പിലൊന്നും എമർജൻസി ഫെസിലിറ്റീസ് ഒന്നും ഇല്ല. ടൈപ്പാണ് സി ഡി ഒക്കെ അഡ്വാൻസ്ഡ് ടൈപ്പ്. ഡി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് ലൈഫ് കെയറിങ് കൊടുക്കുന്നതാണ്. അപ്പൊ ഏത് എമർജൻസി ആണെന്നനുസരിച്ചിട്ട് നമുക്ക് ഫെസിലിറ്റിയോട് കൂടി ഓക്സിജൻ സിലിണ്ടറോട് കൂടി ഒരാളെ നമ്മള് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഫെസിലിറ്റി ഒക്കെ ആ ആംബുലൻസിൽ ഓൺ ദ വേയിൽ ആ ട്രാൻസ്പോർട്ട് സമയത്ത് അവൈലബിൾ ആയിരിക്കണം. എന്താ പറഞ്ഞേക്കുന്നത്, പ്രീ ഹോസ്പിറ്റൽ കെയർ വിൽ ബി ഗിവൺ ടു പേഷ്യന്റ് ഹു ആർ ട്രാൻസ്പോർട്ടഡ് ടു ദ നിയറസ്റ്റ് ഹോസ്പിറ്റൽ. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെ പ്രീ ഹോസ്പിറ്റൽ കെയർ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യന്റിന് അവൈലബിൾ ആയിരിക്കണം, കൊടുക്കണം. ദ സർവീസ് ജനറലി ഫ്രീ ടു പേഷ്യന്റ്. ആ സർവീസ് എന്ന് പറയുന്നത് പ്രത്യേക ചാർജ് ഒന്നുമില്ല, അത് ഫ്രീ ആണ്. ഓക്കെ, 108 is generally by EMRI. അവിടെ എക്സ്പാൻഡഡ് ഫോം നോക്കാം, എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതാണ് EMRI എന്ന് പറയുന്നത്. അക്രോസ് മോർ ദാൻ 10 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയില് 10-ലധികം സ്റ്റേറ്റ്സില് ഈ എമർജൻസി സർവീസിന് വേണ്ടി നമ്മൾ വിളിക്കുന്ന നമ്പർ 108 എന്ന നമ്പറിലേക്കാണ്. 10 നമ്മുടെ ഇന്ത്യയില് 10 സ്റ്റേറ്റ്സിൽ കൂടുതൽ 10 സ്റ്റേറ്റ് ആണ് കേട്ടോ. 10 സ്റ്റേറ്റിൽ കൂടുതലുള്ള നമ്മൾ വിളിക്കുന്നത് എമർജൻസി സർവീസിന് വേണ്ടി വിളിക്കുന്ന നമ്പർ എന്ന് പറഞ്ഞത് 108 തന്നെയാണ്. 108 എന്ന നമ്പറിലേക്കാണ് എമർജൻസി സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുന്നത്.
During an emergency situation, to know what to do might save someone's life. അപ്പൊ നമ്മളിപ്പോ ഒരു ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടായി, ഒരു എമർജൻസി ആയിട്ട് നമുക്ക് ഒരു ആംബുലൻസിന് വിളിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പൊ നമ്മൾ ആ വിളിക്കുന്ന ആളെ ബേസ് ചെയ്തിരിക്കും ആ പേഷ്യന്റിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണം. എങ്കിലാണ് നമുക്ക് ആ കറക്റ്റ് സ്പോട്ടിൽ ഒത്തിരി സമയം വൈകാതെ ഇനി എമർജൻസി മെഡിക്കൽ ഫെസിലിറ്റി ഉള്ള വെഹിക്കിൾ വേണമെങ്കിൽ ആംബുലൻസ് ആണ് ആ സർവീസാ വേണ്ടെങ്കിൽ അത് നമ്മൾ പറയണം. ആ പേഷ്യന്റ് അവസ്ഥ എങ്ങനെയാണ്, എങ്ങനെയുള്ളത് വേണം എന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. അപ്പൊ ചിലപ്പോ നമ്മുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ആ ഒരു പേഷ്യന്റിന് ഒരു അപകടവും വരാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് ആ പേഷ്യന്റിന്റെ ലൈഫ് എന്ന് പറയുന്നത് ആ കോളറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇൻഫർമേഷൻ കാര്യങ്ങളും പറയുന്നത് അതനുസരിച്ചിരിക്കും എന്താണ് ആ ഒരു പേഷ്യന്റിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു നല്ലൊരു ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് വേണമെങ്കിൽ എന്താ സാധാരണ ആംബുലൻസ് വന്നാൽ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ തിരിച്ചു പോയി വേറെ വരുമ്പോഴത്തേക്കും ആ ടൈം പോകും. അപ്പൊ ആ ഒരു മിനിറ്റ് മതി, ഒരു സെക്കൻഡ് മതി നമുക്ക് ആ ഒരു പേഷ്യന്റിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെടാനായിട്ട്. അപ്പൊ വിളിക്കുന്ന ആളെ ബേസ് ചെയ്തിരിക്കും ആ പേഷ്യന്റിന്റെ ലൈഫ് എന്ന് പറയുന്നത്. Here are few tips on what you should tell the emergency dispatcher while calling for an ambulance. ഒരു ആംബുലൻസ് കോൾ ചെയ്യുമ്പോൾ എമർജൻസി ഡിസ്പാച്ചർ എന്ന് പറഞ്ഞാൽ എമർജൻസി അറിയിക്കുന്ന ആള്, അവര് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അത് തന്നെ അടുത്തത് പോയിന്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഒരു ആംബുലൻസ് സർവീസ് ആവശ്യപ്പെട്ടുകൊണ്ട് വിളിക്കുമ്പോൾ എമർജൻസി ഡിസ്പാച്ചർ അല്ലെങ്കിൽ എമർജൻസി അറിയിക്കുന്ന ആള് എന്തൊക്കെ ഇൻഫർമേഷൻ പറയണം അത് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ബി കാം and tell the emergency operator the detail of the type of emergency. നമ്മൾ എങ്ങനെയാ കാം ആയിരിക്കുക? കാം എന്ന് പറഞ്ഞാൽ എന്താ? ശാന്തം. നമ്മൾ ശാന്തമായിട്ട് വിളിക്കുക. നമ്മൾ ഒരു ഇതൊക്കെ കണ്ട് നമ്മൾ വെപ്രാളത്തോടു കൂടിയൊക്കെ നമ്മൾ ടെൻഷൻ അടിച്ചൊന്നും വിളിക്കാൻ പാടില്ല. നമ്മൾ ഒരിക്കലും പാനിക് ആകരുത്. നമ്മൾ കാം ആയിരിക്കുക, ശാന്തമായിട്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, അവരുടെ ഡീറ്റെയിൽസ്, എമർജൻസി ഏത് ടൈപ്പ് ഓഫ് എമർജൻസി ആണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയുക. ഓക്കെ, ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് കിട്ടൂല അല്ലെ. നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമുക്ക് വെപ്രാളം ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് പറയുന്ന കാര്യങ്ങൾ പലതും തെറ്റിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ ഒന്നും അടിക്കാതെ ശാന്തമായിട്ട് ഏത് തരത്തിലുള്ള എമർജൻസി ഡീറ്റെയിൽ അറിയിക്കണം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ക്ലിയർ അല്ലേ? എന്തെല്ലാം എമർജൻസി ആണെന്നുള്ളത്, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്നുള്ളത് വളരെ ശാന്തമായിട്ട് തന്നെ പറയണം, പാനിക്കാവരുത്. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, യു വിൽ ബി ഡിമാൻഡഡ് ടു ടെൽ ഹിം ഓർ ഹെർ ദ അഡ്രസ് ടു വെയർ ദ ആംബുലൻസ് ഷുഡ് റീച്ച്. ദാറ്റ് ഇൻക്ലൂഡ് പോസ്റ്റൽ കോഡ്. അപ്പൊ ആംബുലൻസ് എവിടെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള കറക്റ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കണം. ഇൻക്ലൂഡ്സ് പോസ്റ്റൽ കോഡ്. പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ് കറക്റ്റ് ആയിട്ട് പറയണം. എങ്കിലല്ലേ ആ കറക്റ്റ് അഡ്രസ്സിലേക്ക് ആംബുലൻസിന് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള കറക്റ്റ് അഡ്രസ് പറഞ്ഞു കൊടുക്കണം. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കിയാൽ, യുവർ ഫോൺ നമ്പർ മേ ബി ഓൾസോ എൻക്വയർഡ് ഫോർ ഇൻ കേസ് ദ ഓപ്പറേറ്റർ വാണ്ട്സ് ടു കോണ്ടാക്ട് യു ഫോർ ഡയറക്ഷന് വേണ്ടിയിട്ട് ആ ഡ്രൈവറിന് നിങ്ങൾ ഒന്ന് വിളിച്ച കോളറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോൺ നമ്പറും പറഞ്ഞു കൊടുക്കണം. തിരിച്ച് ഒന്ന് കോണ്ടാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോൺ നമ്പറും പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ നമ്മൾ മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ പ്രത്യേകം ഫോൺ നമ്പർ പറയേണ്ട. നമ്മുടെ ഫോൺ ഓൾറെഡി നമ്മൾ കോൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫോൺ നമ്പർ അവിടെ സേവ് ആയിക്കോളും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്ന ഒരു ഇതെന്ന് പർപ്പസ് എന്താ, അവരെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരിച്ച് ഈ കോൾ ചെയ്ത ആളെ ഡ്രൈവറിനൊക്കെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ പറയാ ഫോൺ നമ്പർ കൂടി പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് നോക്കിയേ, he or she will also need the patient age, sex and any medical history you might recollect. അപ്പൊ നമ്മൾ പേഷ്യന്റിന്റെ ഏജ് എത്ര വയസ്സുള്ള ആളാണ്, സെക്സ് മെയിൽ ആണോ ഫീമെയിൽ ആണോ, അവർക്കുടെ മെഡിക്കൽ ഹിസ്റ്ററി എന്തെങ്കിലും അറിയാമെങ്കിൽ അതുകൂടി പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമുക്ക് അതിനനുസരിച്ചുള്ള
കാര്യങ്ങൾ ചെയ്യാലോ, എന്തെങ്കിലും ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വേണം, എക്സ്ട്രാ എക്യുപ്മെന്റ്സ് എന്തെങ്കിലും കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാമെങ്കിൽ അവർക്കുടെ മെഡിക്കൽ ഹിസ്റ്ററിയും കൂടി പറഞ്ഞു കൊടുക്കണം, ഇങ്ങനെ വരാറുള്ളതാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ള കാര്യം. അപ്പൊ എമർജൻസി ലൈഫ് എന്നുള്ള ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അവർ അറിയാമെങ്കിൽ നമ്മൾ ആ മെഡിക്കൽ ഹിസ്റ്ററിയും കൂടി പറഞ്ഞു കൊടുക്കണം. ഏജ് പറയണം, സെക്സ് പറയണം, മെഡിക്കൽ ഹിസ്റ്ററിയും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഫിഫ്ത് പോയിന്റ് നോക്കിയേ, the operator will also need to know if the person is bleeding. അപ്പൊ അടുത്തേതാ, ഓപ്പറേറ്ററിന് അറിയാൻ പറ്റില്ല അല്ലെ, നമുക്ക് ബ്ലീഡിങ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ അതിന് എന്താ ചെയ്യണ്ടേന്നുള്ളതും കൂടി നമ്മൾ ഫെസിലിറ്റിയും കൂടി വേണം. അപ്പൊ ബ്ലീഡിങ് ഉണ്ടോ, ബ്ലീഡിങ് ഇപ്പോഴും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണോ, ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ പറയണം. ആക്സിഡന്റ് പറ്റി ബ്ലീഡിങ് ആണെങ്കിൽ, ഒത്തിരി ബ്ലഡ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ, അങ്ങനെ ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിലും അത് പറയണം. ആൻഡ് ഇഫ് ഹി ഓർ ഷീ ഈസ് കോൺഷ്യസ്, ആ പേഷ്യന്റ് കോൺഷ്യസ് സ്റ്റേറ്റിലാണോ, ബോധാവസ്ഥയിലാണോ അല്ലെങ്കിൽ അബോധാവസ്ഥയിലാണോ അത് പറയണം. ഹാസ് ചെസ്റ്റ് പെയിൻ ആൻഡ് ഈസ് ബ്രീത്തിങ്, ചെസ്റ്റ് പെയിൻ നെഞ്ചുവേദനയുണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അപ്പൊ CPR ഒക്കെ കൊടുക്കാൻ അറിയുന്ന ആളും കൂടിയും വേണം അതിനകത്ത്. അപ്പൊ അങ്ങനെ, അല്ലെങ്കിൽ ഇപ്പൊ CPR അല്ലെങ്കിൽ ഡിഫിബ്രിലേറ്റർ അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് കൂടിയൊക്കെ അതിനകത്ത് കരുതണം. അത്രയും ഫെസിലിറ്റി ഉള്ള ആംബുലൻസ് വേണം വരാനായിട്ട്. അപ്പൊ ബ്ലീഡിങ് ഉണ്ടോ എന്നുള്ളതും, കോൺഷ്യസ് ആണോ, രോഗി ഇപ്പോഴും ബോധാവസ്ഥയിലുള്ള രോഗിയാണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് സിക്സ്ത് പോയിന്റ് നോക്കിയേ, you will also be demanded to make clear type of injury or emergency and what caused the incident. ഏത് ടൈപ്പ് ഇഞ്ചുറി ആണ് എന്നുള്ളത്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് എമർജൻസി ആണെന്നുള്ളത് പറയണം. അതുപോലെ തന്നെ എന്താ, ആൻഡ് വാട്ട് കോസ്ഡ് ദ ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിന് കാരണമാകുന്ന സംഭവം എന്താണെന്നുള്ളത് കൂടി അറിയിക്കണം. ഏത് തരത്തിലുള്ള ഇഞ്ചുറിയാണ്, ആ ഇഞ്ചുറിക്ക് കാരണമാകുന്ന സംഭവം എന്താണ് എന്നുള്ളത് കൂടി പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആ കോളർ ചെയ്യേണ്ടതാണ്. ഓക്കെ, പോയിന്റ്സ് നോക്കിയേ, 6 പോയിന്റ് തന്നേക്കുന്നേ. നമ്മൾ കാമായിരിക്കുക, ഏത് തരത്തിലുള്ള എമർജൻസി ആണെന്ന് പറയണം, പിന്നെ അഡ്രസ്സ്, അതുപോലെ തന്നെ പോസ്റ്റൽ കോഡ് ഉൾപ്പെടെയുള്ള അഡ്രസ്സ് പറയണം. ഫോൺ നമ്പർ തിരിച്ച് അവർക്കൊന്ന് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ആ കോളറിന്റെ ഫോൺ നമ്പർ പറഞ്ഞു കൊടുക്കണം. പിന്നെ പേഷ്യന്റിന്റെ ഏജ്, സെക്സ്, മെഡിക്കൽ ഹിസ്റ്ററി ഒക്കെ അറിയാമെങ്കിൽ അതൊക്കെ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതുപോലെ ബ്ലീഡിങ് ഉണ്ടോ, കോൺഷ്യസ് സ്റ്റേറ്റിലാണോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്തിങ്ങിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് പറയണം. പിന്നെ അതുപോലെ ലാസ്റ്റ് ഏത് ടൈപ്പ് ഓഫ് ഇഞ്ചുറി ആണ്, ഏത് തരത്തിലുള്ള എമർജൻസി ആണ്, അതിന് കാരണമായ സംഭവം എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ക്രൂയിങ് ആണ്. ക്രൂയിങ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിലെ സ്റ്റാഫിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൂസ്, സ്റ്റാഫ്, തൊഴിലാളികള്, ആംബുലൻസിലുള്ള ജീവനക്കാര്, ഇതാണ് ക്രൂയിങ് എന്ന് പറയുന്നത്. There are different level of qualification that the ambulance crew may hold, from holding the formal qualification to have a fully qualified doctor on board. അപ്പൊ നമ്മൾ പറഞ്ഞില്ല, പല ടൈപ്പ് ആംബുലൻസ്, ടൈപ്പ് എയിലൊക്കെ അധികം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു ഡ്രൈവർ വേണ്ട, ആംബുലൻസ് ക്രൂസ് വേണ്ട. അവിടെ ഡ്രൈവറിന് ജസ്റ്റ് വെഹിക്കിൾ ഓടിക്കുക എന്നുള്ളതും, പിന്നെ അതുപോലെ 2-way റേഡിയോ ഒന്ന് ഹാൻഡിൽ ചെയ്യാനും, പിന്നെ നമ്മള് അങ്ങനെയുള്ള ഒരു ചെറിയ അതുപോലെ മെഡിസിൻ ഒക്കെ എവിടെയാ ആംബുലൻസിലുള്ളത്, അങ്ങനെയുള്ള ഒരു ജസ്റ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രം മതി. പല ലെവലില് ഫസ്റ്റ് ഇതിന്. എന്നാൽ അഡ്വാൻസ്ഡ് ടൈപ്പിലൊക്കെ ആകുമ്പോഴോ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, കുറച്ചും കൂടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്രൂസ് വേണം ആംബുലൻസിൽ വർക്ക് ചെയ്യാൻ. ചിലപ്പോൾ എന്താ പറയാ, നേഴ്സ് വേണ്ട ഇതുണ്ട്. നല്ല എമർജൻസി ആണെങ്കിൽ അവിടെ ചിലപ്പോൾ ഡോക്ടർ തന്നെ ആ ട്രാൻസ്പോർട്ട് സമയത്ത് വേണ്ടി വരാം. അപ്പൊ അതിലുള്ള അങ്ങനെ ഓരോ ഇതിനനുസരിച്ച് നമ്മൾ പല ക്രൂസിനെ കുറിച്ചാണ് ഇനി ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ്, ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിടണം കേട്ടോ, അതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. മോസ്റ്റ് ആംബുലൻസ് സർവീസ് റിക്വയർഡ് അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. അറ്റ്ലീസ്റ്റ് എത്ര മെമ്പേഴ്സ് എങ്കിലും വേണം? 2 ജോലിക്കാരെങ്കിലും വേണം, 2 സ്റ്റാഫ് എങ്കിലും വേണം ഒരു ആംബുലൻസിൽ.
Most ambulance service required at least 2 crew members to be on every ambulance. One to drive, ഒരാള് ഡ്രൈവ് ചെയ്യാൻ, and one to attend the patient. ഒരാള് ഡ്രൈവ് ചെയ്യാനും ഒരാള് പേഷ്യന്റിനെ കെയർ ചെയ്യാനും പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരാളും വേണം. അപ്പൊ അങ്ങനെ എല്ലാ ആംബുലൻസിലും അറ്റ്ലീസ്റ്റ് എത്ര ക്രൂ മെമ്പേഴ്സ് വേണമെന്നാ പറഞ്ഞേ? അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ്. ഒരാള് ഡ്രൈവ് ചെയ്യാന്, ഒരാള് പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യാനായിട്ട്. കോമൺ ആംബുലൻസ് ക്രൂസ് ക്വാളിഫിക്കേഷൻ ഇവിടെ സാധാരണയുള്ള ആംബുലൻസില് ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഇതൊരു എത്ര 7 പോയിന്റ് 10 എണ്ണ തോന്നുന്നു. 10 അല്ലേ? ഫിസിഷ്യൻ വരെ 10 സ്റ്റാഫുകള്, പലതരത്തിലുള്ള സ്റ്റാഫുകളെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് നോക്കി, ഫസ്റ്റ് റെസ്പോണ്ടർ. Okay, a person who reaches first at the scene of an incident. ആ ഫസ്റ്റ് ലൈൻ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ടോ അത് ചോദിക്കും. A person who reaches first at the scene of an incident. ആരാണ്? ഫസ്റ്റ് റെസ്പോണ്ടർ. ഒരു സംഭവ സ്ഥലത്ത്, ആ ഒരു ഇൻസിഡന്റ്, ആ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, അതിനെയാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. And whose job is to give early critical care. എന്താ ജോലി? ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ജോബ് എന്താണ്? is to give early critical care. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ കേട്ടോ. early critical care കൊടുക്കുക, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് റെസ്പോണ്ടറിന്റെ ഡ്യൂട്ടി. സച്ച് ആസ് കാർഡിയോ പൾമണറി റെസിസ്റ്റേഷൻ, CPR കൊടുക്കാൻ അറിയുന്ന ആളായിരിക്കണം. ഓർ അപ്ലൈയിങ് ആൻഡ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ. അപ്പൊ CPR കൊടുത്തിട്ടും നമ്മുടെ ബ്രീത്തിങ് നോർമൽ അല്ലെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നതാണ് ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ് ഡിഫിബ്രിലേറ്റർ. ഈ ചെസ്റ്റിൽ ഇങ്ങനെ വെക്കുന്ന, രണ്ട് പിടിക്കുന്ന സാധനം ഇങ്ങനെ ചെസ്റ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കുമ്പോ പെട്ടെന്ന് ജർക്ക് ചെയ്ത് ബ്രീത്തിങ് വരുന്നത്, അങ്ങനെയുള്ള ആ മെഷീൻ, അതാണ് ഡിഫിബ്രിലേറ്റർ. അപ്പൊ CPR കൊടുക്കാൻ അറിയുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ അപ്ലൈ ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം. The first responder may be sent by the ambulance service, may be passers by, or may be dispatched to the scene from other agencies such as police or fire department. So police or അല്ലെങ്കിൽ fire PDF നിങ്ങൾക്ക് ഇല്ലേ നിങ്ങളുടെ കയ്യില്? ഓക്കെ, അപ്പൊ നോക്കിയേ. യെസ്, ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ പോലീസിൽ നിന്നോ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള ഏജൻസികളിൽ നിന്നോ ഒക്കെ സംഭവ സ്ഥലത്തേക്ക് അയക്കുന്ന ആളുകളാകാം ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. ഒരു ആക്സിഡന്റ് നടന്നു, അപ്പൊ നമ്മള് ഇങ്ങനെയുള്ള ഫയർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആളുകളെ അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മറ്റുള്ള ഏജൻസികളിൽ നിന്നൊക്കെ ആ സംഭവ സ്ഥലത്തേക്ക് അയക്കുന്ന ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. പിന്നെ ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തിച്ചേരുന്ന വ്യക്തി, ഇതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ എന്ന് പറയുന്നത്. അവരുടെ ജോലി എന്താ? ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, early critical care കൊടുക്കുക, CPR പോലുള്ള ഇത് കൊടുക്കാൻ അറിയണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ഡിഫിബ്രിലേറ്റർ അപ്ലൈ ചെയ്യാൻ അറിവുള്ള ആളായിരിക്കണം എന്നാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് റെസ്പോണ്ടർ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അടയാളപ്പെടുത്തി ഇടണം കേട്ടോ, അണ്ടർലൈൻ ചെയ്തിടാം. ഡ്യൂട്ടി എന്താണ്? ജോബ് ഈസ് ടു ഗീവ് early critical care. അതും അണ്ടർലൈൻ ചെയ്തിടാം. നെക്സ്റ്റ് ആണ് ആംബുലൻസ് ഡ്രൈവർ. എന്തായാലും ആംബുലൻസ് ഓടിക്കാൻ ഒരു ഡ്രൈവർ വേണ്ടേ? ആംബുലൻസ് ഡ്രൈവർ. Because some service employs staff without any qualification or just basic first training, whose work is to simply drive the vehicle. അപ്പൊ എന്താ, ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊന്നും വേണ്ട, ലെസർ ക്വാളിഫിക്കേഷൻ, അത്ര ക്വാളിഫിക്കേഷൻ കുറവുള്ള ആള് മതി, ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് കിട്ടിയാൽ മതി. സിംപ്ലി ഡ്രൈവ് ദ വെഹിക്കിൾ. മെയിൻ ആയിട്ടുള്ള കാര്യം സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക, പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക, തിരിച്ചവിടുന്ന് നമ്മള് വീട്ടിലേക്കൊക്കെ ആണെങ്കിലും നമ്മൾ സേഫ് ആയിട്ട് ഡ്രൈവ് ചെയ്യുക. അതാണ് മെയിൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവറിന്റെ. പിന്നെ അതുകൂടാതെ ചില കാര്യങ്ങൾ, ഒന്ന് രണ്ട് കാര്യം കൂടി പറയുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവർ മേ ഓൾസോ ഹാവ്
ട്രെയിനിങ് ഇൻ യൂസിങ് ദ റേഡിയോ. നമ്മൾ പറഞ്ഞില്ലേ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. ഇപ്പൊ ആംബുലൻസ് ഡ്രൈവറും ഹോസ്പിറ്റലും നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടി ടൂ വേ റേഡിയോ അങ്ങനെയുള്ളത്, ആ ടൂ വേ റേഡിയോ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ടൂ വേ റേഡിയോ ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. ഓക്കെ, ടൂ വേ റേഡിയോ പോലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, നോയിങ് വേർ ദ മെഡിക്കൽ സപ്ലൈസ് ആർ സ്റ്റോർഡ് ഇൻ ദ ആംബുലൻസ്. ആംബുലൻസിൽ എവിടെയാണ് മെഡിസിൻ ഒക്കെ വെച്ചേക്കുന്നത്, എങ്ങനെയാ കൊടുക്കേണ്ടതെന്നൊന്നും അവരറിയണ്ട, എവിടേക്കാണ് മെഡിസിൻ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഇവര് അറിഞ്ഞിരിക്കണം. 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ആംബുലൻസ് ഡ്രൈവറിന്റെ. ആംബുലൻസ് ഓടിക്കാൻ അറിയണം, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ടൂ വേ റേഡിയോ ഒക്കെ ഒന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ടൂ വേ റേഡിയോ ഹാൻഡിൽ ചെയ്യാൻ അറിയണം. പിന്നെ 3ാമത്തെ ആംബുലൻസിൽ എവിടേക്കാണ് മെഡിസിൻ സ്റ്റോർ ചെയ്തേക്കുന്നത് എന്നുള്ള മെഡിക്കൽ സപ്ലൈ എവിടേക്കാന്നുള്ളത് കാര്യം അറിയണം. അതെങ്ങനെ കൊടുക്കാന്നുള്ളതൊന്നും അറിയണ്ട, ക്വാളിഫിക്കേഷൻ കുറവുള്ളത് മതി. വിത്തൗട്ട് എനി ക്വാളിഫിക്കേഷൻ എന്നാ പറഞ്ഞേക്കണേ ആംബുലൻസ് ഡ്രൈവർ. ഓക്കെ, നെക്സ്റ്റ് നോൺ എമർജൻസി അറ്റൻഡന്റ് ആണ്. നോൺ എമർജൻസി അറ്റൻഡന്റ്. Okay, this role has different level of training across the world, but these staff are commonly only needed to carry out the patient transport duties, which can include stretcher or wheelchair cases rather than acute care. ഇവർക്കൊന്നും ഒരു തീവ്രമായിട്ടുള്ള ട്രെയിനിങ്ങോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും ട്രെയിനിങ് ഒന്നും കിട്ടിയ ആളുകളല്ല. നോൺ എമർജൻസി ആണ്. എമർജൻസി അതൊന്നും ഹാൻഡിൽ ചെയ്യേണ്ടവരല്ല. അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെവൽ ഓഫ് ട്രെയിനിങ് പല സ്ഥലങ്ങളിലും വേൾഡിൽ കൊടുക്കുന്നുണ്ട് അവർക്ക്. എങ്കിലും മെയിൻ ആയിട്ട് പറയുന്നത് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ്, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ഹാൻഡിൽ ചെയ്യുക. അതായത് ഈ സ്ട്രക്ചറിലോ വീൽ ചെയറിലൊക്കെ ഇരിക്കുന്ന പേഷ്യൻസിനെ സേഫ് ആയിട്ട് സ്ട്രക്ചറിൽ നിന്നൊക്കെ നേരെ ആംബുലൻസിലേക്ക് കയറ്റുക, ആംബുലൻസിൽ നിന്ന് തിരിച്ച് അവരെ സ്ട്രക്ചറിലേക്ക് കയറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയണം. അതിനും ഒരു ഇത് വേണം. പേഷ്യൻസിനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സേഫ് ആയിട്ട് അവരൊക്കെ എടുത്ത് കിടത്തുന്നതൊക്കെ ആ നേരെ ഒന്നിപ്പോ ഫ്രാക്ചറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ പിടിച്ചേൽപ്പിച്ചൊന്നും ഇരുത്താൻ പറ്റില്ല. അവരാ ബെഡ്ഷീറ്റോട് കൂടി തന്നെ പതുക്കെ ഒരു ഇതൊന്നും ഇളക്കൊന്നും പറ്റാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ട് വേണം അവരെ ഹാൻഡിൽ ചെയ്യാൻ. ആംബുലൻസിലേക്ക് കയറ്റണം. അപ്പൊ സ്ട്രക്ചറിൽ നിന്ന് ആംബുലൻസിലേക്കൊക്കെ കെയർഫുൾ ആയിട്ട് കയറ്റാനും അവിടെ നിന്നൊക്കെ തിരിച്ച് നമ്മൾ സ്ട്രക്ചറിലേക്കൊക്കെ കയറ്റാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമൊക്കെ അവർക്ക് അറിഞ്ഞാൽ മതിയാവും. പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ആണ് നോക്കണം കേട്ടോ. കോമൺലി needed to carry out patient transport duties. Depend on provider, they may be instructed in first aid or extended skill such as the use of AED, oxygen therapy and other life-saving or palliative skills. ഇനി അത് പ്രൊവൈഡ് ചെയ്യുന്നവരെ അനുസരിച്ച് ഡിപ്പെൻഡ് ഓൺ പ്രൊവൈഡർ. അപ്പൊ അവർക്ക് ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിനെ അനുസരിച്ച് അവർക്ക് ചില ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ AED, ഓട്ടോമാറ്റഡ് എക്സ്റ്റേണൽ ഡിഫിബ്രിലേറ്റർ, ഓക്സിജൻ തെറാപ്പി ഇത് കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ മറ്റുള്ള അതർ ലൈഫ് സേവിങ് അല്ലെങ്കിൽ പാലിയേറ്റീവ് സ്കിൽസുകൾ, ലൈഫ് സേവിങ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്കില്ലുകളും ഒക്കെ അവർക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ എന്താന്ന് നോക്കിയേ, they may also give emergency cover when other units are not obtainable or when accompanied by fully qualified ടെക്നീഷ്യൻ ഓർ പാരാമെഡിക്സ്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അങ്ങനെ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റില്ല. അവര് ഒരു ഫുള്ളി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിന്റെയോ സാന്നിധ്യത്തിൽ മാത്രമേ അവർക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു യൂണിറ്റിലൊക്കെ ലഭ്യമല്ലാത്തപ്പോൾ they may give emergency cover. അവർ എമർജൻസി കവർ എപ്പോഴാണ് കൊടുക്കുന്നത്? when the other units are not obtainable. മറ്റുള്ള യൂണിറ്റിൽ ലഭ്യമല്ലാത്തപ്പോൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ അല്ലെങ്കിൽ പാരാമെഡിക്സ് ഒക്കെ ഒപ്പം ഉണ്ടാകുമ്പോൾ അവർക്ക് എമർജൻസി കവർ നൽകാം. അല്ലാതെ സ്വന്തം റിസ്കിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ പാരാമെഡിക്സിന്റെയോ ഒക്കെ പ്രസൻസിൽ അവര് പറയുകയാണെങ്കിൽ
മാത്രം അവർക്കുള്ള ഒരു സാന്നിധ്യത്തിന് മാത്രം അവർക്കൊരു എമർജൻസി കവർ കൊടുക്കാം. അത്രേ ഉള്ളൂ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് എന്താ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ഡ്യൂട്ടീസ് ആണ്. പേഷ്യന്റിനെ ആംബുലൻസിലേക്ക് കയറ്റുക, തിരിച്ച് സേഫ് ആയിട്ട് ആംബുലൻസിൽ നിന്ന് നമ്മള് സ്ട്രക്ചറിലേക്കോ വീൽ ചെയറിലേക്കോ ഒക്കെ എടുത്ത് അവരെ ഇറക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. എന്നാൽ ഒരു നല്ലൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്റെയോ പാരാമെഡിക്സിന്റെയോ ഒക്കെ പ്രസൻസിൽ അവർക്ക് ഇങ്ങനെയുള്ള എമർജൻസി കവർ നൽകാം. ക്ലിയർ ആയോ? ഈ ഒരു സെക്ഷനിൽ നിന്നൊക്കെ ഫസ്റ്റ് ആ ഒരു ഭാഗത്തു നിന്നൊക്കെ കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇതൊന്ന് വായിച്ചെന്താന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ പോർഷൻ ഉള്ളത് കൊണ്ട് വിട്ട് കളയാൻ പറ്റില്ല. നമ്മുടെ ഫസ്റ്റ് സെക്ഷനിൽ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടേക്കുന്നത്. എങ്കിലും ജസ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഇപ്പൊ ഏതെങ്കിലും നമുക്ക് ഇവർക്കൊരു നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഡ്യൂട്ടി എന്താ? To carry out the patient transport duty. Patient transport duties ക്യാരി ചെയ്യുക എന്നുള്ളതാണ് നോൺ എമർജൻസി അറ്റൻഡന്റിന്റെ ഒരു ജോലി എന്ന് പറയുന്നത്. ഇനി നോക്കിയേ ഫോർത്ത് വൺ, എമർജൻസി കെയർ അസിസ്റ്റന്റ്. എമർജൻസി കെയർ അസിസ്റ്റന്റ് അപ്പൊ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് അല്ലെ, ഒന്ന് അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്നവരാണ്. അപ്പൊ എങ്ങനെയാ? ഫ്രണ്ട് ലൈൻ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഹു അറൈവ് അറ്റ് ഒക്കറൻസ് ഇൻ ബോത്ത് എമർജൻസി ആണ് ആൻഡ് നോൺ എമർജൻസി സിറ്റുവേഷൻ. അപ്പൊ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എമർജൻസി ആണെങ്കിലും എമർജൻസി അല്ലെങ്കിലും ഓക്കെ, രണ്ട് സിറ്റുവേഷനിലും എമർജൻസി സിറ്റുവേഷനിലും നോൺ എമർജൻസി സിറ്റുവേഷനിലും അവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. Their job is to help the technician or paramedics. അണ്ടർലൈൻ ചെയ്തിട്ടോ? എമർജൻസി കെയർ അസിസ്റ്റന്റ് ജോലി എന്താ? Their job is to help the technician or paramedics. ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ പാരാമെഡിക്സ്. പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ, നേഴ്സ് അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സുകൾ. അപ്പൊ അവരെ ടെക്നീഷ്യനെയോ അല്ലെങ്കിൽ പാരാമെഡിക്സിനെയൊക്കെ അവരുടെ വർക്കിന് അസിസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. ഇതാണ് എമർജൻസി കെയർ അസിസ്റ്റന്റിന്റെ ജോലി എന്ന് പറയുന്നത്. They are working with the carry out their duties such as making of medication. മരുന്നുകളൊക്കെ തയ്യാറാക്കുമ്പോൾ, പിന്നെ സെറ്റിംഗ് ഓഫ് ഫ്ലൂയിഡ് സെറ്റ് ചെയ്യുമ്പോൾ, or doing simple observations, ചെറിയ ചെറിയ ഒബ്സർവേഷൻസ് കാര്യങ്ങൾ എന്നിലൊക്കെ അവരുടെ ഡ്യൂട്ടീസിൽ ടെക്നീഷ്യനെയോ പാരാമെഡിക്സിനെയൊക്കെ അവരുടെ വർക്കിലൊന്ന് അസിസ്റ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളെയാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അവർക്കുടെ എന്താണ് പാരാമെഡിസിനെ അല്ലെങ്കിൽ ടെക്നീഷ്യന് വർക്കിന് അവർക്കുടെ ഡ്യൂട്ടീസിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക, അസിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി അഞ്ചാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ആണ്. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് അറിയാം, നമുക്ക് എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. എമർജൻസി കേസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ, അതാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്നും അങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകള്. Technicians are generally able to do a wide range of emergency care skills such as defibrillation, spinal immobilization, bleeding control, splitting of suspected fracture, helping the patient with some medication and oxygen therapy. നോക്കി ഏതൊക്കെ ഇതാണ് നോക്കിയ ഡിഫിബ്രിലേഷൻ. CPR കൊടുത്തിട്ട് ബ്രീത്തിങ് നോർമൽ അല്ലെങ്കിൽ ആവുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ഡിഫിബ്രിലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള എന്തൊക്കെയാണ് എമർജൻസി സ്കില്ലുകൾ? ഡിഫിബ്രിലേഷൻ, സ്പൈനൽ ഇമ്മൊബൈലൈസേഷൻ എന്ന് പറഞ്ഞാൽ നട്ടെല്ലിനെയൊക്കെ നിശ്ചലമാക്കാൻ, അതായത് നട്ടെല്ലൊക്കെ അനങ്ങാതെ അവരിപ്പോ ഷിഫ്റ്റ് ചെയ്യുമ്പോ പേഷ്യൻസിനെയൊക്കെ നമ്മൾ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞ് ഫ്രാക്ചർ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം അവരെ എടുത്ത് പൊക്കിക്കൊണ്ടൊന്നും പോകാൻ പാടില്ല. അത് നമ്മൾ സേഫ് ആയിട്ട് തന്നെ അവരെ അനക്കാതെ അവരുടെ ഇപ്പൊ നമ്മൾ ഒരു ഫ്രാക്ചർ ഒക്കെ ഉള്ളുവെങ്കിൽ നമ്മൾ ജസ്റ്റ് പിടിക്കുമ്പോൾ വേണമെങ്കിൽ അത് ബ്രേക്ക് ആയി പോവാം, എല്ലുകളൊക്കെ പൊട്ടിപ്പോവാം, ഒരു ചിഹ്നല് മാത്രമേ ഉള്ളെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ മാക്സിമം നമ്മൾ എന്ത് ചെയ്യും, അവരെ അനക്കാതെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അല്ലാതെ എടുത്ത് പൊക്കിയൊക്കെ നമ്മൾ അവരെയൊക്കെ അങ്ങനെയൊന്നും എടുക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ നട്ടെല്ല് നിശ്ചലമാക്കല, അതാണ് സ്പൈനൽ ഇമ്മൊബൈലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ബ്ലീഡിങ് കൺട്രോൾ, ഒത്തിരി ബ്ലീഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്കില്ലുകളാണ് കാര്യങ്ങള്. സ്പ്ലിന്റിങ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ ഇതാ പറഞ്ഞത്. ഫ്രാക്ചർ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എടുത്ത് പിടിക്കാനൊന്നും പാടില്ല. അത് അനങ്ങാതെ ഇങ്ങനെ ഒരു സാധനം വെച്ച് കെട്ടൂല്ലേ, ഇങ്ങനെ കൈയൊക്കെ അനങ്ങാത്ത രീതിയിൽ. അപ്പൊ അങ്ങനെ ഇപ്പൊ കാലൊക്കെ ആക്സിഡന്റ് ഒക്കെ പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അത് അനക്കാത്ത പൊസിഷനിൽ വെക്കാൻ പറ്റുന്ന ആ സംഭവം. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ കഷ്ണമൊക്കെ വെച്ച് കെട്ടൂല്ലേ ഇവിടെ, അതുപോലെയുള്ളത്. അതാണ് ആ സംശയാസ്പദമായിട്ടുള്ള ഒടിവുകളൊക്കെ നമ്മൾ അനങ്ങാതെ വലിച്ചു കെട്ടുന്നു. അതാണ് സ്പ്ലിന്റിങ് ഓഫ് സസ്പെക്റ്റഡ് ഫ്രാക്ചർ എന്ന് പറയുന്നത്. അപ്പൊ അത് അനങ്ങാത്ത രീതിയിൽ കിട്ടുന്ന ആ ഒരു ഇത്. ഹെൽപ്പിംഗ് ദ പേഷ്യന്റ് വിത്ത് സം മെഡിക്കേഷൻ, ചില മെഡിക്കേഷൻസ് മരുന്നുകളൊക്കെ കൊടുക്കാൻ, അതുപോലെ ഓക്സിജൻ തെറാപ്പി, ഇതിനൊക്കെ ചെയ്യുമ്പോൾ പേഷ്യൻസിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെയുള്ള എമർജൻസി കെയർ സ്കിൽസുകൾ ഉള്ള ആളുകൾ കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആളുകൾ, ഇതാണ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്ന് പറയുന്നത്. ഇനി ചില രാജ്യങ്ങളിലെ കൺട്രീസിൽ ഇതിനെ നമ്മൾ 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സച്ച് ആസ് ഇൻ US where the EMT basic emergency എമർജൻസി മെഡിക്കൽ ടീം, ഇതാണ് EMT എന്ന് പറഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ടീം ബേസിക് ആൻഡ് എമർജൻസി മെഡിക്കൽ ടീം ഇന്റർമീഡിയറ്റ്, അങ്ങനെ 2 ലെവലിലായിട്ട് തിരിച്ചിട്ടുണ്ടെന്ന് ചില രാജ്യങ്ങളില്. EMT എന്നാണ് കേട്ടോ, EMT എമർജൻസി മെഡിക്കൽ ടീം, എമർജൻസി മെഡിക്കൽ ടീം. അതിനാണ് ഇതിനകത്ത് തന്നേക്കുന്നത്, ടീമാക്കിക്കൂടാ കേട്ടോ. അപ്പൊ ചില രാജ്യങ്ങളിലെ കൺട്രീസിലൊക്കെ ഇതിനെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യനെ 2 ലെവലായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. EMT ബേസിക് ആൻഡ് EMT ഇന്റർമീഡിയറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. ഇനി നെക്സ്റ്റ് ആണ് വരുന്നത് രജിസ്ട്രേഡ് നേഴ്സ്. Registered nurse. In certain systems, nurses are the principal providers of advanced level care on ambulance, usually in the place of paramedics. ഇനി ചില നല്ല ലെവൽ കൊടുക്കേണ്ട കേസുകളൊക്കെ ഇല്ലേ, എമർജൻസി ആയിട്ട് പോകുന്നത്, അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസിൽ, അപ്പൊ അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സിന്റെ ആവശ്യം വരാം. നേഴ്സ് വേണം. രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നവരാണ് അവര്, അതേപോലെ തന്നെ നിൽക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കുന്ന ട്രാൻസ്പോർട്ട്, ആംബുലൻസിലെ ട്രാൻസ്പോർട്ട് സമയത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് ആവശ്യമാണ് അവിടെ. ഇതിന്റെ സ്ഥാനത്ത് യൂഷ്വലി ഇൻ ദ പ്ലേസ് ഓഫ് പാരാമെഡിക്സിന്റെ സ്ഥാനത്ത് അവിടെ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് തന്നെ വേണ്ടി വരാം. അവരെന്ന് പറഞ്ഞാൽ ഡോക്ടറിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ്. കൂടുതൽ കെയർ കൊടുത്ത് പോകേണ്ട കേസുകൾ, ഇപ്പൊ കുട്ടികളെയൊക്കെ കൊണ്ടുപോകൂലേ, നിയോണേറ്റൽ ഇൻക്യുബേറ്റർ അതിലൊക്കെ കുട്ടികളൊക്കെ എടുത്ത് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യോ, അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ എന്തായാലും ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. ഓക്കെ, രജിസ്റ്റേർഡ് നേഴ്സ് അതൊരു അവർക്കൂടെ ഒരു ഇതാണ് കേട്ടോ, ഒരു പോസ്റ്റാണ് രജിസ്റ്റേർഡ് നേഴ്സ്, ഡോക്ടറിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നത്. ഓക്കെ, അങ്ങനെ അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുക്കുന്ന ആംബുലൻസുകളിൽ എന്താണ് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. പാരാമെഡിക്സുകൾ പോരാ, അവിടെ പാരാമെഡിക്സുകളുടെ സ്ഥാനത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. അവര് എന്ന് വെച്ചാൽ ഡോക്ടറിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ആളുകളാണ്. ഇനി നെക്സ്റ്റ് 7th വൺ പാരാമെഡിക്സ് ആണ്. പാരാമെഡിക്സ്
which is a high level of medical training and often comprises of key skills not allowable for technician, such as cannulation, and with the ability to administer a range of drugs such as morphine, tracheal intubation, and other skills such as executing a cricothyrotomy. ഇന്ന് രണ്ട് ടേംസുകൾ വരുന്നുണ്ട്. അപ്പൊ അടുത്ത പാരാമെഡിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കേസുകളിലാണ് ഈ നല്ല ലെവലില് ട്രെയിനിങ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും പാരാമെഡിക്സ് എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഹൈ ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് കിട്ടിയവരായിരിക്കും. എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കേസുകളിലാണ്, എമർജൻസി കേസുകളിലാണ് ഈ പാരാമെഡിക്സുകൾ നിൽക്കുന്നത്. നമ്മൾ പറഞ്ഞല്ലോ പാരാമെഡിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്ടറും നേഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരെയാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ക്യാനുലേഷൻ ചെയ്യാൻ അറിയണം. എന്താ അപ്പൊ ക്യാനുലേഷൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ കറക്റ്റ് വെയിൻ കണ്ടുപിടിക്കൂലേ, IV ക്യാനുലേഷൻ, വെയിനിലേക്ക് കുത്തുന്നത്. നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ ഒരു ഇത് വെക്കൂലേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ, ഓരോ പ്രാവശ്യം നമുക്കപ്പൊ ഇഞ്ചക്ഷൻ നേരെ ചെയ്യേണ്ട അതിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഗ്ലൂക്കോസ് ഇടുമ്പോഴൊക്കെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തേക്കാന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ഓരോ പ്രാവശ്യം കുത്തണം, ഓരോ വെയിൻ കണ്ടുപിടിച്ച് ഓരോ പ്രാവശ്യം കുത്തണം. ഇത് ഫസ്റ്റ് ആ ക്യാനുലേഷൻ ക്യാനുല അവിടെ വെക്കുമ്പോഴാണ് ഗ്ലൂക്കോസ് ഒക്കെ ഇടുമ്പോ അങ്ങനെയല്ലേ, അപ്പൊ ജസ്റ്റ് ആ ടാപ്പ് ഒന്ന് മാറ്റിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്താൽ മതി ക്യാനുല. അപ്പൊ അങ്ങനെ ക്യാനുലേഷൻ ചെയ്യാൻ അറിയണം. ഇപ്പൊ ചിലര് നമ്മൾ പറയൂല ഇങ്ങനെ വെയിനൊക്കെ കണ്ടുപിടിക്കും, ചിലരൊക്കെ ചില സിസ്റ്റർമാരൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റ കുത്തിന് നമ്മൾ അറിയോടില്ല അല്ലെ, പെട്ടെന്ന് അത്രയും അവര് ടാലന്റ് ആണ്, അത്രയും സ്കില്ലുണ്ട് അവർക്ക്, അത്രയും സർവീസിന്റെ ഇത് വെച്ചിട്ട് പെട്ടെന്ന് ഒറ്റ ഇതില് വെയിൻ കിട്ടും അല്ലെ. വേദനയെ അറിയില്ല, നമ്മൾ ഇഞ്ചക്ഷൻ കഴിഞ്ഞു എന്ന് പറയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. എന്നാൽ ചിലര് ചെയ്യുമ്പോൾ വേദന എടുക്കും അല്ലേ. അതിനൊരു എബിലിറ്റിയാണ് നമ്മൾ ശരിക്കും ക്യാനുല കറക്റ്റ് വെയിൻ കണ്ടുപിടിക്കാനായിട്ട്, പേഷ്യൻസിനൊക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കറക്റ്റ് വെയിൻ കണ്ടുപിടിക്കുന്നത്. ക്യാനുല വെക്കാനുള്ള അത് ക്യാനുലേഷനുള്ള ഇത് വേണം. പിന്നെ അതുപോലെ മോർഫിൻ പോലുള്ള, മോർഫിൻ എന്ന് പറഞ്ഞാൽ ഒരു വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് മോർഫിൻ അല്ലെ. മോർഫിൻ പോലുള്ള മരുന്നുകൾ നൽകാനുള്ള ഒരു കഴിവ് വേണം. പിന്നെ അടുത്ത ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ, സ്ക്രീൻ കാണുന്നില്ലേ, സ്ക്രീൻ കാണാനല്ലേ പിള്ളേരെ? ഉണ്ടല്ലോ, റംസിയ സ്ക്രീൻ കാണുന്നില്ല എന്ന് മോൾക്കടെ എന്തെങ്കിലും ഇതും കൊണ്ടായിരിക്കും. ബാക്കി എല്ലാവരും ഉണ്ടെന്നൊക്കെ മെസ്സേജ് ഇട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ട്രക്കിയൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്യൂബ് നമ്മുടെ വായിൽ കൂടെയോ അല്ലെങ്കിൽ നോസിൽ കൂടെയോ ഒക്കെ നമ്മുടെ ട്രക്കിയയിലേക്ക് ഇറക്കി വിടുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ടു ഡെലിവർ ഓക്സിജൻ. ഓക്സിജൻ നമുക്ക് ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബ് മൗത്തിൽ കൂടെയോ നോസിൽ കൂടെയോ ഒക്കെ ട്രക്കിയയിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അതാണ് ട്രക്കിയൽ ഇൻക്യുബേഷൻ. ട്രക്കിയൽ ഇൻക്യുബേഷൻ ചെയ്യാനുള്ള ഇത് വേണം. ആൻഡ് അതർ സ്കിൽസ് സച്ച് ആസ് എക്സിക്യൂട്ടിംഗ് എ ക്രൈക്കോതൈറോട്ടമി. ക്രൈക്കോതൈറോട്ടമി എന്ന് പറഞ്ഞാൽ നമ്മള് ഈ എന്താ പറയാ, ബ്രീത്തിങ് ഒക്കെ മൂക്കിലൂടെയൊക്കെ ശ്വാസം വിടാൻ പറ്റാത്ത കേസുകളില്ലേ, അപ്പൊ അവിടെയൊക്കെ തൊണ്ടയിൽ ഒരു ഹോൾ ഉണ്ടാക്കും. തൊണ്ടയിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ ട്യൂബ് ഇങ്ങനെ ഒരു എക്യുപ്മെന്റ് അവിടെ വെക്കും. അപ്പൊ ഖബമൊക്കെ തൊണ്ടയിൽ നിൽക്കുന്ന ഖബമൊക്കെ അതിൽ കൂടെ നമുക്ക് ഇങ്ങനെ സക്ക് ചെയ്ത് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ക്യാനുലേഷൻ, ക്രൈക്കോതൈറോട്ടമി എന്ന് പറയുന്നത്. അപ്പൊ മൂക്കിലൂടെയൊക്കെ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കേസുകളിൽ തൊണ്ടയില് ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ആ ഹോളിലേക്ക് ഒരു എക്യുപ്മെന്റ് വെക്കും. അപ്പൊ അതിൽ കൂടെ എന്താ ഈ ഖബമൊക്കെ, നമ്മുടെ വായിലൊക്കെ ഉള്ള ഖബമൊക്കെ ഇങ്ങനെ സക്ക് ചെയ്തെടുക്കാൻ സഹായിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്കില്ലുള്ള ഒരു മെഡിക്കൽ ടെക്നീഷ്യൻ, അവരാണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ക്യാനുലേഷൻ ചെയ്യാൻ, ക്യാനുലേഷൻ ത്രോട്ട് ഓപ്പറേഷൻ കഴിഞ്ഞവർക്ക് ഇത് ചെയ്യും ക്രൈക്കോതൈറോട്ടമി. അപ്പൊ പെട്ടെന്ന് തൊണ്ടയിൽ കൂടെ അവർക്ക് ഇതൊന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് അപ്പൊ ക്യാനുലേഷൻ ചെയ്യാൻ അറിയണം. മോർഫിൻ പോലുള്ള ഡ്രഗ്സുകള്, മരുന്നുകള് വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ്, അത് യൂസ് ചെയ്യാനുള്ള അതൊക്കെ വേണം. പിന്നെ ട്രക്കിയൽ ഇൻക്യുബേഷൻ, ട്രക്കിയ ഇൻക്യുബേഷൻ ചെയ്യാനുള്ള ഒരു സ്കില്ല് വേണം. ക്രൈക്കോതൈറോട്ടമി, ഇങ്ങനെയുള്ള ഇത്രയും സ്കിൽഡ്, ഇതൊക്കെ ചെയ്യാനുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ പാരാമെഡിക്സുകൾ വേണം.
പിന്നെ അടുത്തത് എട്ടാമത്തെ എന്ന് പറഞ്ഞാൽ എമർജൻസി കെയർ പ്രാക്ടീഷണർ ആണ്. എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ പാരാമെഡിക്സുകളെക്കാളും കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയത്. ഓക്കെ, പാരാമെഡിക്സിനേക്കാളും ഒക്കെ കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അയാളും ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. Okay, this position is outlined to bridge the link between ambulance care and the care of general practitioner. അതായത് ഈ എമർജൻസി കെയർ പ്രാക്ടീഷണറും ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടറും ആയിട്ട് ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഇവര് പാരാമെഡിക്സിനെ പോലെ തന്നെയാണ്, പക്ഷെ എന്താ പാരാമെഡിക്സിനേക്കായി കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയവരാണ്. ECPS, Emergency Care Practitioner, are already eligible paramedics who have gone through further training and are trained to dictate medicines for longer period care, such as antibiotic, as well as being trained in the range of additional diagnostic tests. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നതൊക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ പാരാമെഡിസിനെ പോലെ തന്നെയാണ്, പക്ഷെ എന്താ പാരാമെഡിസിനേക്കായി കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ളവരായിരിക്കും. അപ്പൊ കൂടുതൽ ട്രെയിനിങ്ങിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക് പോലുള്ള ലോങ്ങർ പീരീഡ് കെയറിന് വേണ്ടിയിട്ടുള്ള മെഡിസിനുകളൊക്കെ നിർദ്ദേശിക്കാനായിട്ടുള്ള അതിനൊക്കെയുള്ള പരിശീലനം ലഭിച്ച ആളുകളാണ്. ഓക്കെ, ലോങ് പീരീഡ് കെയറിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസുകൾ നിർദ്ദേശിക്കാൻ ട്രെയിൻഡ് ആയിട്ടുള്ള വ്യക്തികളായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ. പാരാമെഡിസിനേക്കായി കുറച്ചുകൂടി ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ഫിസിഷ്യൻ അസിസ്റ്റന്റ്. പേരിൽ നിന്ന് തന്നെ അറിയാലോ, ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്നവര്. ഓക്കെ, ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ അല്ലെ. ഫിസിഷ്യൻ അസിസ്റ്റന്റ് PA. Physician assistant are seen mainly in English speaking countries. നമ്മുടെ ഇവിടെ അങ്ങനെ ഒരു പോസ്റ്റ് അധികമില്ല. യൂറോപ്യൻ കൺട്രീസിൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്, യൂറോപ്യൻ കൺട്രീസിലാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് അവിടെ ഉള്ളത്. ആൻഡ് ആർ നോൺ ആസ് ഫിസിഷ്യൻ അസോസിയേറ്റ് ഇൻ സം കൺട്രീസ്. PS mirror the practice of physician and are able to provide the range of medical skills as physician provides. ഇവിടെ നോക്കിയ യൂറോപ്യൻ കൺട്രീസിലാണ് ഇങ്ങനെ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഉള്ളത്. ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നവര്, ഇതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഏത് മെഡിസിൻ ഒക്കെ കൊടുക്കണം, പേഷ്യന്റിന്റെ ഹിസ്റ്ററി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പേഷ്യന്റിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അവർക്ക് അറിവുണ്ടായിരിക്കണം. ഇതിനെ കുറിച്ചൊക്കെ അറിയണം. ഡോക്ടറിന്റെ PA എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഇനിയിപ്പോ ഡോക്ടറും ഫിസിഷ്യൻ അസിസ്റ്റന്റ് തമ്മിലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. ഒരു നല്ലൊരു അതെന്ന് പറഞ്ഞാൽ നേരിട്ട് അവര് കാണണമെന്നില്ല, അതും കൂടി പറയുന്നുണ്ട് അവിടെ. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് അവര് കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുന്നത്, മെസ്സേജ്. ഇൻസ്റ്റന്റ് നോക്കിയേ ഇവിടെ they normally works in disassociation with a physician through in an ambulance environment. This may not be possible. Instead, advanced direction or electronic communication is available to PS to constant with the ഫിസിഷ്യൻ വെൻ നീഡഡ്. അപ്പൊ ഫിസിഷ്യനുമായിട്ട് നല്ലൊരു എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിൽ ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കും അവര്. ഫിസിഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നവര്, അതാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഫിസിഷ്യനെ പോലെ തന്നെ ആ രോഗികളുടെ കാര്യങ്ങൾ, ഏത് മെഡിസിൻ കൊടുക്കണം, എന്താണ് ഹിസ്റ്ററി, എന്താണ് പേഷ്യന്റിന് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഫിസിഷ്യനെ പോലെ തന്നെ ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫിസിഷ്യനെ അവരുടെ വർക്കിലൊന്ന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. അപ്പൊ ഫിസിഷ്യനും ഫിസിഷ്യൻ അസിസ്റ്റന്റും തമ്മിൽ ഒരു ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷനിലൂടെ എപ്പോഴും ഒരു ബന്ധം ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ ആണ്. ഇതും കൂടി ഉള്ളൂ പത്താമത്തെ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞ ആരാ? ഡോക്ടറാണ് അല്ലെ.
ഇത് പറയുന്നത് എയർ ആംബുലൻസിന്റെയാണ് പ്രത്യേകിച്ച് പറയുന്നത്. ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് യൂണിറ്റ്, മോസ്റ്റ് നോട്ടബിലി ദ എയർ ആംബുലൻസ് വിച്ച് എ ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽ സച്ച് ആസ് ദ യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ. ഇപ്പൊ എയർ ആംബുലൻസ് നമ്മള് റോഡ് ആംബുലൻസിലൊക്കെ ആണെങ്കിലൊക്കെ നമുക്ക് എന്താ ഓൺ ദ വേയില് നമുക്ക് പേഷ്യന്റിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ തൊട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ കയറാം അല്ലെ, എന്നിട്ട് ഡോക്ടറിനെ പെട്ടെന്ന് കാണിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എയർ ആംബുലൻസിൽ അവിടെ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ഉണ്ടാവും. പോകുന്ന വഴിക്ക് എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അത് ഫ്ലൈറ്റ് ഇറങ്ങുമ്പോഴല്ലേ അവിടെ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. അപ്പൊ ഓൺ ദ വേയില് ആ പേഷ്യൻസിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അവിടെ അപ്പൊ ഇടയ്ക്ക് ഇറങ്ങി നമുക്കൊരു ഡോക്ടറിനെ കാണാനോ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അവൈലബിലിറ്റി അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് എയർ ആംബുലൻസിൽ ഒരു ഫിസിഷ്യൻ നിർബന്ധമായിട്ട് വേണം. അപ്പൊ ഡോക്ടറിന്റെ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് ഏതാണോ അതനുസരിച്ചുള്ള ഒരു ഫിസിഷ്യൻ തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവും. ഓക്കെ, ഒരു ഡോക്ടർ തന്നെയാണ് ഫിസിഷ്യൻ എന്ന് പറയുന്നത്. അത് എയർ ആംബുലൻസിൽ അത് ഫിസിഷ്യൻ നിർബന്ധമാണ്. ഇതാണ് അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ഒരു മാധ്യമത്തിൽ ഇല്ല നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം. ആ പേഷ്യന്റിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മൾ അവിടെ ഇറങ്ങുന്നവരായിരിക്കും. ഓൺ ദ വേയില് ട്രാവലിംഗില് ഒരു ഫിസിഷ്യൻ നിർബന്ധമായിട്ട് വേണം. അപ്പൊ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് അനുസരിച്ചുള്ള ഒരു ഡോക്ടർ തന്നെ വേണം. അപ്പൊ ഏതാണോ എന്ത് പ്രശ്നമാണോ അപ്പൊ അതിന് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഡോക്ടർ ആയിരിക്കണം വേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എല്ലാവർക്കും വരുന്നത്. ഇപ്പോ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന എല്ലാ ചാപ്റ്ററും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ട്രീസ മാമിന്റെ മോർച്ചറിയുടെ കുറച്ചുണ്ട് അല്ലേ? ട്രീസ മാമിന്റെ മോർച്ചറിയുടെ കുറച്ചെടുക്കാനില്ലേ നിങ്ങക്ക്? ലാബും ഉണ്ട് മാം, ഫാർമസി ഉണ്ട്. ഫാർമസിയും ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ അത് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ എല്ലാ എക്സാമ്പിളുള്ള ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ പേപ്പർ വൈസ് തന്നെ നോക്കിയിട്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നൊക്കെ നോക്കി ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആവുക. ഡേറ്റ് വന്നിട്ടില്ല, നിങ്ങൾക്ക് അത് അറിയിക്കും. അപ്പൊ ഇനിയിപ്പോ ഡേറ്റ് വരാൻ നോക്കണ്ട. അപ്പൊ നമ്മുടെ പോർഷൻ കഴിഞ്ഞു. ഇനിയിപ്പോ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി എഴുതി ക്ലാസ് നിർത്താം. ഇനി നിഷാസ് കയറും കേട്ടോ. ഇന്ന് കണ്ടിന്യൂ ചെയ്തിട്ട് മിസ് അപ്പൊ ഫാർമസിയുടെ കുറച്ച് സ്റ്റഡി ലീവ് ഉണ്ട് കേട്ടോ. എത്ര ദിവസമാണെന്ന് അറിയില്ല, എന്തായാലും 3-4 ദിവസം എന്തായാലും കിട്ടും. അപ്പൊ ആ സമയത്ത് മാക്സിമം നിങ്ങൾ ഇരുന്ന് പഠിക്കുക നോക്കാം. ഓണത്തിന്റെ 2-3 ദിവസത്തെ അവധി 3-4 ദിവസം അവധി ഉണ്ടായിരുന്നില്ലേ? അന്നേരമൊക്കെ ആരെങ്കിലും പഠിച്ചോ? അതെയോ? എക്സാമിന് ചിലരല്ലേ എക്സാമിന്റെ ഡേറ്റ് വരട്ടെ എന്ന് വിചാരിച്ചിരിക്കും. ഞാൻ പറഞ്ഞില്ലേ എന്തായാലും ഓണത്തിലേക്ക് നിങ്ങൾക്ക് എക്സാം ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ അത് മറ്റേ നിങ്ങളുടെ മുന്നുള്ള ബാച്ചിന്റെ എക്സാം ഓണത്തിന്റെ മുന്നേ തേഴ്സ്ഡേ ആയിരുന്നു. അവരുടെ റിസൾട്ട് ഒന്നും പബ്ലിഷ് ആയിട്ടില്ല കേട്ടോ, വന്നിട്ടില്ല. എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്നാ പറഞ്ഞ എക്സാം, കുഴപ്പമൊന്നുമില്ല, സിമ്പിൾ ആയിരുന്നു എന്നാ പറഞ്ഞത്. ടഫ് ഒന്നുമില്ല, അതൊന്നും അർത്ഥം ആരും പേടിക്കണ്ട കേട്ടോ. എക്സാം ഒക്കെ എളുപ്പമായിരിക്കും. അപ്പൊ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി എഴുതാം. അപ്പൊ നിങ്ങള് 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുത്തു. സെയിം ഡേ ഒറ്റ എക്സാം ഉള്ളൂ നിങ്ങൾക്ക്. ഫസ്റ്റ് സെക്കൻഡ് മോർണിംഗ് ഒരുമിച്ചാണ്. ഓരോ ടീച്ചേഴ്സിന്റെ പ്രത്യേക എക്സാം ഇല്ല, എല്ലാ ടീച്ചേഴ്സിന്റെയും കൂടി അതായത് ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിലെ എല്ലാ ചാപ്റ്റേഴ്സും കൂടി ഒറ്റ എക്സാം. എന്താ ചോദിച്ചത്? അവിടെ മെസ്സേജ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ? ഇപ്പത്തെ എക്സാമിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കും കേട്ടോ. എന്താണ് എക്സാം എന്നുള്ളതും എങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്യണം അതൊക്കെ എനിക്ക് പറഞ്ഞു തരും. ഓക്കെ, ഡേറ്റും ആയിട്ടില്ല. അടുത്ത ദിവസം എന്തായാലും ഇപ്പൊ അടുത്ത ആഴ്ചയും കൊണ്ട് 1-2 മൺഡേ ട്യൂസ്ഡേ വെൻസ്ഡേ ആയിട്ട് നമ്മുടെ പോർഷൻസ് എല്ലാം കഴിയും. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂളിൽ നിങ്ങളുടെ എല്ലാ ചാപ്റ്ററും കവർ ആവും. അത് കഴിഞ്ഞ് പിന്നെ 3-4 ദിവസം എന്തായാലും നിങ്ങൾക്ക് നിഷമാമുണ്ട്. ഇത് കഴിഞ്ഞിട്ട് എന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി തരാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മിസ് ജോയിൻ ചെയ്യൂ കേട്ടോ. ഇന്ന് അശ്വതി മാം ഇല്ല, ലീവാണ്. അശ്വതി മാമിനെന്തോ വയ്യ, അതുകൊണ്ട് ഇന്ന് ലീവാണ്. മിസ്സിന്റെ ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്,
അതിപ്പോ നിങ്ങൾക്ക് വരുമ്പോ എടുത്തു തരും. എന്തായാലും മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ ആ 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ചാപ്റ്ററുകളൊക്കെ കഴിയും. പിന്നെ നിങ്ങൾക്ക് സ്റ്റഡി ലീവ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് എക്സാം ഉണ്ടാവും. ഡേറ്റും കാര്യങ്ങളൊക്കെ. എക്സാം എങ്ങനെയായിരിക്കും? എക്സാം എളുപ്പമായിരിക്കും, ഞാൻ പറഞ്ഞില്ലേ. അതൊക്കെ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയും. നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരും. അതിന് കയറി നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം. എല്ലാവർക്കും 20 മിനിറ്റ് കൊണ്ട് വരെ എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് പറഞ്ഞ സിമ്പിൾ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും എളുപ്പമായിരുന്നു. അവിടുത്തെ റിസൾട്ട് പബ്ലിഷ് ആയിട്ടില്ല, വന്നിട്ടില്ല. എല്ലാവർക്കും എക്സാം എളുപ്പമായിരുന്നു പറഞ്ഞേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം കയറി കഴിഞ്ഞപ്പോ, മൺഡേ കയറിയപ്പോ പറഞ്ഞു 5 കുട്ടികൾ എല്ലാവരും എളുപ്പമായിരിക്കും. ഓക്കെ ഓക്കെ. ലൈവ് എക്സാം ഇതുപോലെ തന്നെ നിങ്ങൾ കയറുക, ജോയിൻ ചെയ്യുക, വീഡിയോ എല്ലാവരും ഓൺ ആക്കി വെക്കുക, എക്സാം എഴുതുക, സബ്മിറ്റ് ചെയ്യുക. അതൊക്കെ ഡീറ്റെയിൽ പറയും. ഇപ്പൊ നിങ്ങൾ ഒരു 2 മിനിറ്റ് ഒന്ന് ബ്രേക്ക് എടുക്കും, ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വാ. വെള്ളം കുടിച്ചൊന്ന് ഫ്രഷ് ആവുക. ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി അപ്പൊ തന്നെ അറിയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ തന്നെ റിസൾട്ട് അറിയില്ല. അത് ഞാൻ പറഞ്ഞ അവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല റിസൾട്ട്. ഓക്കെ. എക്സാം ഒന്നും ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുക. നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞ് നിങ്ങൾ ഇരുന്ന് പഠിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ തന്നേക്കുന്നത് നോക്കുക. നമ്മുടെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതിയേക്കുന്നത് നമ്മുടെ പ്രിന്റഡ് നോട്ടിൽ. ഇതിന്റെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, അത് ഞാൻ ഷുവറാ പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണെങ്കിൽ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. നമ്മുടെ എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റിയും തരും. അതുകൊണ്ടാണ് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ നോക്കണ്ട, നമ്മുടെ ഈ പഠിപ്പിച്ചതൊന്നൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ക്വസ്റ്റ്യൻസ്. പഠിപ്പിക്കാത്തത് വരുമോ എന്നാലും പേടിക്കണ്ട കേട്ടോ. ഉള്ളത് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കാം. ഫസ്റ്റ് സെക്കൻഡ് മൊഡ്യൂള് എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ പേപ്പർ തിരിച്ച്. അത് ഓരോന്നിരുന്ന് നിങ്ങളിരുന്ന് പഠിച്ചു തുടങ്ങിക്കോ. ഓക്കെ. സ്റ്റഡി ലീവ് ഉണ്ടാവും എങ്കിലും ഫുൾ ടൈം ഒന്നും നിങ്ങൾ പഠിക്കൂലല്ലോ. ഇപ്പൊ തുടങ്ങി, ഇന്ന് തുടങ്ങി നിങ്ങൾ അങ്ങനെ റിവിഷൻ ചെയ്യാൻ തുടങ്ങിയപ്പോ ഓരോ ചാപ്റ്റർ വീതം കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ ഒന്നും കുഴപ്പമില്ല. ലാസ്റ്റത്തെ 2-3 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ നമ്മളധികം ടെസ്റ്റ് പേപ്പർ കിട്ടതൊക്കെ നിങ്ങൾ ഒരുവിധം പഠിച്ചു പോയിട്ടുണ്ട്, ആദ്യത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ. ഓക്കെ. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്ക് എടുക്കുക. 2 മിനിറ്റ് വേഗം ഇത്തിരി വെള്ളം കുടിച്ചിട്ട് വാട്ടോ. ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് അങ്ങനെ എഴുതാം. ക്വസ്റ്റ്യൻ മാത്രം തന്നാൽ മതിയല്ലോ, ആൻസർ നിങ്ങൾ കണ്ടുപിടിച്ചോളേ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതൊന്ന് വായിക്കുകയും ചെയ്യാമല്ലോ. വായിച്ച് ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാം. 2 മിനിറ്റ് വേഗം. ഓക്കെ. എല്ലാവരും എത്തിയോ? ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻസ് എഴുതാം.
ഇതിന്റെ ആദ്യത്തെ പോർഷൻ സെക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കണം. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആംബുലൻസ്, ഫംഗ്ഷൻ ടൈപ്പ് അനുസരിച്ച്, ലെവൽ ഓഫ് കെയർ അനുസരിച്ച്, ആംബുലൻസിന്റെ ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് അനുസരിച്ചുള്ളത്. അപ്പൊ അതൊക്കെ നോക്കുക. ഇതും ജസ്റ്റ് ഒന്ന് നോക്കണം. ക്രൂയിങ് ഫസ്റ്റ് റെസ്പോണ്ടർ പറഞ്ഞു, ഒരു സംഭവ സ്ഥലത്ത് ആദ്യം എത്തുന്ന വ്യക്തി, ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഫസ്റ്റ് റെസ്പോണ്ടർ. ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞു, ഡ്രൈവ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ടു വേ റേഡിയോ ഒക്കെ യൂസ് ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആംബുലൻസിൽ എവിടേക്കാണ് ഈ മെഡിക്കൽ ഫെസിലിറ്റി എക്യുപ്മെന്റ്സ് ഉള്ളത് എന്നുള്ളതൊക്കെ അറിയാൻ കഴിയുന്ന ആളായിരിക്കണം. പിന്നെ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞേതാ, എങ്ങനെയാണ് അവര് പേഷ്യൻസിനെ എങ്ങനെ ക്യാരി ചെയ്യണം, എങ്ങനെ ആംബുലൻസിലേക്ക് അയക്കണം, എങ്ങനെ ആംബുലൻസിനെ അയക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതിയാകും. പിന്നെ നമ്മുടെ ഈ ടെക്നീഷ്യനോ പാരാമെഡിസിന്റെയോ പ്രസൻസിൽ അവർക്കുടെ നിർദ്ദേശം അനുസരിച്ച് എമർജൻസി കവർ നൽകാൻ കഴിവുള്ള ആളുകളുമായിരിക്കും നോൺ എമർജൻസി അറ്റൻഡന്റ്. പിന്നെ എമർജൻസി കെയർ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാലോ, എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ നോൺ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിലും രണ്ടും ആണെങ്കിലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള ആളുകളാണ് എമർജൻസി കെയർ അസിസ്റ്റന്റ്. പിന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്, അതെന്താ, എമർജൻസി കേസ് വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ. പിന്നെ അടുത്ത രജിസ്റ്റേർഡ് നേഴ്സ് പറഞ്ഞു, അഡ്വാൻസ്ഡ് ലെവൽ കെയർ കൊടുത്തു പോകുന്ന ട്രാൻസ്പോർട്ടുകളിൽ ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ നിയോണറ്റൽ ഇൻക്യുബേറ്ററിലൊക്കെ കുട്ടികളൊക്കെ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ആണെങ്കിലും ഒക്കെ അങ്ങനെ നല്ല ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന കേസുകളിൽ ആംബുലൻസിൽ ട്രാൻസ്പോർട്ട് സമയത്ത് ഒരു രജിസ്റ്റേർഡ് നേഴ്സ് വേണം. അത് അവര് അങ്ങനെയായിരിക്കും ഡോക്ടറിന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ആളുകളായിരിക്കും. പിന്നെ അടുത്താണ് പാരാമെഡിക്സ് എന്ന് പറയുന്നത്. പാരാമെഡിക്സ് എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ടുള്ള കേസുകളിലാണ്. അപ്പൊ ഡോക്ടറും നേഴ്സും അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് പാരാമെഡിക്സ്. അവർക്ക് എന്താണ് കാലിബ്രേഷൻ ചെയ്യാനായിട്ട്, പിന്നെ അതുപോലെ തന്നെ മോർഫിൻ പോലുള്ള മരുന്നുകൾ, ട്രക്കിയൽ ഇൻറ്റുവേഷൻ, ക്രിക്കോ തൈറോട്ടമി പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ പാരാമെഡിക്സിനേക്കാൾ കുറച്ചും കൂടി ട്രെയിനിങ് കിട്ടിയവരായിരിക്കും എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അയാളും ആ ഡോക്ടറും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ അടുത്ത് ഫിസിഷ്യൻ അസിസ്റ്റന്റ്, ഫിസിഷ്യന്റെ വർക്കുകൾ, അതിന്റെ ജോലിയിൽ അസിസ്റ്റ് ചെയ്യുന്നവരാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത ലാസ്റ്റ് ആണ് ഫിസിഷ്യൻ. ഫിസിഷ്യൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇവിടെ എയർ ആംബുലൻസിന്റെ കാര്യം പറയുന്നത്, ചില ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ട്രാൻസ്പോർട്ട് സമയത്ത് ക്രിട്ടിക്കൽ കെയർ കൊടുക്കുന്ന ആംബുലൻസിൽ ഒരു ഫിസിഷ്യൻ തന്നെ വേണം. അവിടെ ഡോക്ടറോ അവിടെ ഒരു നേഴ്സോ പാരാമെഡിക്സോ മാത്രം മതിയാവില്ല. അപ്പൊ ഡോക്ടർ തന്നെ വേണം. പ്രത്യേകിച്ച് എയർ ആംബുലൻസിന്റെ കാര്യത്തിൽ അവിടെ അവൈലബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആ മീഡിയത്തിൽ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രാൻസ്പോർട്ട് സമയത്ത് പേഷ്യന്റിന്റെ സ്റ്റേറ്റ് അനുസരിച്ച് അതനുസരിച്ചുള്ള ഡോക്ടർ അവിടെ എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അത്രയും ക്രൂയിങ്ങിനുള്ള 10 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഇനി ക്വസ്റ്റ്യൻസ് എഴുതാം. ബുക്ക് എടുത്തോ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, dash is a medically arranged vehicle. Dash is a medically arranged vehicle which transport patients to treatment facilities such as hospitals. Dash is a medically arranged vehicle which transport patients to treatment facilities such as hospitals. Okay, first question എഴുതിയാ? Okay. Yes. Second question, expand EMS.
expand EMS. Expanded form എഴുതാം. Third question. EMS എന്നുള്ളത് capital letters എഴുതണം കേട്ടോ. Expand EMS. Next, third question. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. The term ambulance comes from the Latin word dash. Okay. Finish. Next question. The most usual mode of ambulance, which gives care to patients, with a critical ill or injury. That is the ambulance. The most usual mode of ambulance which gives care to patients with a critical ill or injury. Critical ill or injury. Okay. Next question. In which of the following type of ambulance is used to transporting patients to in which of the following type of ambulance? ഏത് തരത്തിലുള്ള ആംബുലൻസ്, ഏത് ടൈപ്പ് ആംബുലൻസ് ആണ് ചോദിച്ചേക്കുന്നത്. In which of the following type of ambulance is used to transporting patients to, from or between location of medical treatment, for non-urgent care, between location of medical treatment for non-urgent care. Next question. In which of the following ambulance is used to transport extremely overweight patients? In which of the following ambulance is used to transport extremely overweight patients?
treating overweight patients. Okay, next question. Psychiatric ambulance PHY SI CI PSY CHIATRIC psychiatric 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 ambulance committed to treat dash. Psychiatric ambulance committed to treat dash. Next question. Base spelling ആണ് psychiatric PSY CHIATRIC PSY CHIATRIC psychiatric ambulance committed 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 to treat dash. Next question. Based on the level of care, based on the level of care, based on the level of care, road ambulance classified into dash type. Into dash. Based on the level of care, road ambulance classified into dash. എത്ര ടൈപ്പ് ആണെന്ന് എഴുതാം. എത്രയാക്കിയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കണെന്നുള്ളത് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേസ്ഡ് ഓൺ ദ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് അലീന. Based on the level of care, based on the level of care, road ambulance classified into dash type. നമുക്ക് കിട്ടുന്ന കെയർ അനുസരിച്ച് റോഡ് ആംബുലൻസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നു എന്നാണ്. അവിടെ ആ നമ്പർ എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. ഏത് ടൈപ്പ് ആംബുലൻസ് ആണെന്ന് എഴുതിയാൽ മതി. ടൈപ്പ് എ ആണോ, ടൈപ്പ് ബി ആണോ, ടൈപ്പ് സി ആണോ, ടൈപ്പ് ഡി ആണോ എന്ന് എഴുതാം. In which of the following type of road ambulance comes under basic life support ambulance? Basic life support ambulance. രണ്ട് ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. A machine used to resume the heart. ഏത് മിഷീനാന്ന് എഴുതാം. അത് ഓരോന്നേ ഞാൻ തന്നിട്ടുള്ളൂ. അതിന്റെ നമ്മൾ എക്സ്ട്രാ നമ്മൾ പഠിച്ചില്ലേ, ഡിഫിബ്രിലേറ്റർ, പൾസ് ഓക്സിമീറ്റർ, ECG മെഷീൻ, അതൊക്കെ ബ്രാക്കറ്റിലുണ്ട്. അതിന്റെ ഒക്കെ ഒന്ന് നോക്കണം കേട്ടോ. A machine used to resume the heart. A machine used to resume the heart. ആ മെഷീൻ ഏതാന്ന് എഴുതാം. ഓക്കെ. പിന്നെ ഇന്നത്തെ ഉള്ളതെന്ന് കുറച്ചൊക്കെ ഞാൻ തരാം. നെക്സ്റ്റ് എഴുതിക്കോ. എക്സ്പാൻഡ് CPR expanded form എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first responder job is to give dash. The first responder job is to give dash.
in the first responder job is to give dash. Next question. Emergency care assistant. Emergency care assistant. Job, J-O-B, job. Emergency care assistant job is to help the dash. ആരെ help ചെയ്യാന്നുള്ളത്? Emergency care assistant job is to help dash. Next question. എത്ര question ആയി? 13 question. Okay. Next question എഴുതിക്കോ. Nurses may also okay. Nurses may also also work on ambulance. Nurses may also work on ambulance for dash transport. Nurses may also work on ambulance for dash transport. ഏത് ട്രാൻസ്പോർട്ടിലാണ് നഴ്സുകൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എഴുതാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. A person who reaches first at the scene of an incident. A person who reaches first at the scene of an incident. Person ആരാന്നുള്ളത് കൂടി എഴുതാം. അപ്പൊ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നിങ്ങൾ എല്ലാം ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നിഷ മിസ് join ചെയ്യൂ ട്ടോ. Last question. A person who reaches first at the scene of an incident. A person who reaches first at the scene of an incident. അപ്പൊ നമ്മുടെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നുകൂടിയൊക്കെ നോക്കാം കേട്ടോ. മൊഡ്യൂൾ 1 ഉം 2 ഉം എല്ലാ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാരും ഒക്കെ വായിച്ചു നോക്കാം. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യന് ഇത് നമ്മൾ പഠിച്ചത്. Nurses may also work on ambulance for dash transport. Nurses may also work on ambulance for dash transport. Okay, thank you ട്ടോ. അപ്പൊ നിഷ മിസ് ഇപ്പൊ ജോയിൻ ചെയ്യൂ ട്ടോ. Okay.